നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം നഗരസഭ പെൻഷൻ ഫണ്ട് തട്ടിപ്പ്, 3 ജീവനക്കാർക്ക് സസ്പെൻഷൻ. ബി.ജെ.പി. നഗരസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ സമഗ്ര മാതൃശിശുരോഗ വിഭാഗം ഒരുങ്ങുന്നു. 6.5 കോടി രൂപ നിർമ്മാണ ചെലവ്. നിർമ്മാണ ഏജൻസി ഉദ്യോഗസ്ഥർ സ്ഥല പരിശോധന നടത്തി. കോട്ടയം ജനറൽ ആശുപത്രിയിലെ അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കാതായിട്ട് 2 വർഷം. സെൻസർ നിലച്ചു. അലാറം പ്രവർത്തിക്കുന്നില്ല. ആരോഗ്യവകുപ്പിനെതിരെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. കോട്ടയം നഗരസഭാ കാര്യാലയം തസ്കരന്മാരുടെ ആസ്ഥാനമായി മാറിയെന്ന് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് ജി. ലിജിൻലാൽ. പെൻഷൻ ഫണ്ട് തിരിമറി സംഭവത്തിൽ ബി.ജെ.പി. നഗരസഭയിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ലിജിൻലാൽ. മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. പോലീസിന്റെ വലയം തകർത്തുകൊണ്ട് പ്രവർത്തകർ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി. കോട്ടയം നഗരസഭയിലെ കോടികളുടെ പെൻഷൻ തട്ടിപ്പിലെ CPM കോൺഗ്രസ് കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. നഗരസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. ടൗൺ ചുറ്റി നടന്ന പ്രകടനം നഗരസഭയുടെ മുന്നിലെത്തിയപ്പോൾ ഗേറ്റിൽ പോലീസ് നിലയുറപ്പിച്ചിരുന്നു. പോലീസ് പ്രതിരോധം തകർത്ത് പ്രവർത്തകർ ഓഫീസിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി. തുടർന്ന് നടന്ന ധർണ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം നഗരസഭ തസ്കര സംഘത്തിന്റെ ആസ്ഥാനമായി മാറിയിരിക്കുകയാണെന്ന് ലിജിൻലാൽ ആരോപിച്ചു. കോടികളുടെ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നതിനും തട്ടിപ്പ് മൂടിവെക്കുന്നതിനുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയുമാണ് അരങ്ങേറുന്നതെന്നും ലിജിൻലാൽ പറഞ്ഞു. ഈ മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടും ഇന്നും ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യത്തിലൂടെ ഈ അന്വേഷണത്തെ ആരെങ്കിലുമൊക്കെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നതിൻ്റെ ഇടത് വലത് മുന്നണികളുടെ കൂട്ടുകെട്ട് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ഈ അഴിമതിയും മാറാൻ പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അഖിൽ സി വർഗീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ മുനിസിപ്പാലിറ്റിയിൽ വന്ന് 3 വർഷക്കാലം കൊണ്ട് 3.5 കോടിയോളം രൂപ തട്ടിച്ചു എന്ന് പറയുമ്പോൾ ഈ 3 വർഷക്കാലം ഈ 3.5 കോടി രൂപ തട്ടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാഹചര്യം ഒരുക്കിയത് എങ്ങനെയാണ്, ആരുടെ ഒത്താശയോട് കൂടിയാണ് എന്ന് പറയുവാൻ വേണ്ടി തയ്യാറാക്കണം. കൃത്യമായ ഓഡിറ്റിങ്ങുകൾ വർഷാവർഷം നടത്തിക്കൊണ്ട് കണക്കുകൾ പരിശോധിക്കേണ്ടതിന് പകരം അതൊന്നും പരിശോധിക്കാതെ ഇത്ര ഭീമമായ തുക ഒരു സ്റ്റാഫിന് ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വെട്ടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കിയതിന്റെ പിന്നിൽ മറ്റ് കരങ്ങളുണ്ടോ എന്ന് കൂടി അന്വേഷിച്ച് അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തയ്യാറാവണമെന്നാണ് ബി.ജെ.പി. ആവശ്യപ്പെടുന്നത്. കോട്ടയം മണ്ഡലം പ്രസിഡന്റ് അരുൺ മൂലടം അധ്യക്ഷത വഹിച്ച സമരത്തിൽ കർഷക മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് എസ്. ജയസൂര്യൻ, ബി.ജെ.പി. മധ്യമേഖല ഉപാധ്യക്ഷൻ ടി.എൻ. ഹരികുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി എസ്. രതീഷ്, ജില്ലാ സെക്രട്ടറിമാരായ ലാൽ കൃഷ്ണ, സോബിൻ ലാൽ, ജില്ലാ വൈസ് പ്രസിഡന്റും കൗൺസിലറുമായ റീബ വർക്കി, മുനിസിപ്പൽ പാർലമെന്ററി പാർട്ടി നേതാവ് വിനു ആർ. മോഹൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ. ശങ്കർ, സി. കെ. സുമേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പ് കേസിൽ 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. ഇതോടെ 4 ജീവനക്കാർ സസ്പെൻഷനിലായിട്ടുണ്ട്. 1 ജീവനക്കാരന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കോട്ടയം നഗരസഭ പെൻഷൻ ഫണ്ടിൽ നിന്നും 3 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ 3 പേരെ കൂടി സസ്പെൻഡ് ചെയ്തു. എസ്.കെ. ശ്യാം, വി.ജി. സന്തോഷ് കുമാർ, കെ.ജി. ബിന്ദു എന്നീ ജീവനക്കാരാണ് സസ്പെൻഷനിലായത്. ഇതോടെ കേസിൽ സസ്പെൻഷനിലായവരുടെ എണ്ണം 4ആയി. മറ്റൊരാൾക്ക് കൂടി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. നഗരസഭയിലെ മുൻ ക്ലർക്ക് അഖിൽ സി വർഗീസ് അമ്മയുടെ അക്കൗണ്ടിലേക്ക് 3 കോടി രൂപ അനധികൃതമായി അയച്ച കേസിലാണ് നടപടി. സസ്പെൻഷനിലായ 3 പേരും പെൻഷൻ വിഭാഗത്തിലാണ് ജോലി ചെയ്തിരുന്നത്. സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറി ബി. അനിൽകുമാർ നൽകിയ റിപ്പോർട്ടിലാണ് 3 പേരെയും സസ്പെൻഡ് ചെയ്തത്. നിയമാനുസൃതം സൂക്ഷിക്കേണ്ട പെൻഷൻ രജിസ്റ്ററുകൾ പോലും സെക്ഷനിൽ ഇല്ലായിരുന്നുവെന്ന് സസ്പെൻഷനിലായ ബിന്ദു നോട്ടീസിന് മറുപടി നൽകിയിരുന്നു. വർഷം തോറും നടക്കേണ്ടിയിരുന്ന മസ്റ്ററിംഗും നടത്തിയിരുന്നില്ല. പെൻഷൻകാരിൽ നിന്നും ലൈഫ് സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചിരുന്നില്ല. ഫയലുകളും രേഖകളും കൃത്യമായി പരിശോധിക്കാതെ ബില്ലുകൾ പാസാക്കിയെന്നതാണ് സസ്പെൻഷനിലായ സന്തോഷിന്റെ മേലുള്ള കുറ്റം. അക്കൗണ്ട്സ് വിഭാഗത്തിൽ സൂപ്രണ്ടായി ജോലി ചെയ്തിരുന്ന ശ്യാമിനെതിരെ കീഴുദ്യോഗസ്ഥരുടെ വീഴ്ച കണ്ടെത്തിയില്ലെന്ന കാരണത്താലാണ് നടപടിയെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പുതിയ സമഗ്ര മാതൃ ശിശുരോഗ വിഭാഗം ഒരുങ്ങുന്നു. നാഷണൽ ഹെൽത്ത് മിഷന്റെ 6.5 കോടി രൂപ ചെലവഴിച്ചാണ് മാതൃ ശിശുരോഗ വിഭാഗത്തിനായി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡിന്റെ കീഴിലുള്ള ഹൈ കെയർ ഡിവിഷനാണ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പുതിയതായി നിർമ്മിക്കാൻ ഒരുങ്ങുന്ന മാതൃ ശിശുരോഗ വിഭാഗത്തിന്റെ നിർമ്മാണ ഏജൻസി. ഇവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥർ ജനറൽ ആശുപത്രിയിലെത്തി സ്ഥലപരിശോധന നടത്തി. സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസ് കുമാർ എന്നിവരും സംഘത്തിനൊപ്പമുണ്ടായിരുന്നു. നാഷണൽ ഹെൽത്ത് മിഷനുമായി ബന്ധപ്പെട്ട് 6.5 കോടി രൂപയുടെ ഗൈനക്കോളജിക്കും അതോടൊപ്പം തന്നെ പീഡിയാട്രിക് വിഭാഗത്തിനുമായിട്ടുള്ള പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് അനുമതി ലഭിച്ചൊരു സന്തോഷം കൂടി നമ്മൾ പങ്കുവെക്കുന്നു. 6.5 കോടി രൂപ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 2 മേഖലകളിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ക്രിയാത്മകമായ നല്ലൊരു ബ്ലോക്കായിട്ട് ഇവിടെ അതിനെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. നമ്മളിപ്പോൾ നിലവിലുള്ള ബ്ലോക്ക് കുറേ കൂടി ഉപയോഗപ്രദമായ രീതിയിൽ, കുറേ കൂടി സൗകര്യപ്രദമായ രീതിയിലേക്ക് അതിൻ്റെ സംവിധാനങ്ങൾ മാറാനായിട്ട് ഇടയാകുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിലെ മാതൃ ശിശുരോഗ വിഭാഗത്തിനോട് ചേർന്ന് തന്നെ ഇതിനായി പുതിയ കെട്ടിടം നിർമ്മിക്കാനാകുമെന്നാണ് സംഘത്തിന്റെ വിലയിരുത്തൽ. സ്ഥലം ഏതെന്ന് ഉറപ്പിച്ച നിലയ്ക്ക് ഇനി ഉടൻ തന്നെ സർവേ നടപടികളിലേക്ക് കടക്കും. ഇതിനുശേഷമാകും രൂപരേഖയും എസ്റ്റിമേറ്റും തയ്യാറാക്കുക. ഇതിനുകൂടി നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭരണാനുമതി ലഭിക്കുന്നതോടെ ടെൻഡർ നടപടികളിലേക്ക് കടക്കും. അമ്മയും കുഞ്ഞും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ ചെലവ് 60% കേന്ദ്രവും 40% സംസ്ഥാനവും വഹിക്കും. ലേബർ യൂണിറ്റിന് പുറമെ IPOP വിഭാഗവും ഉൾക്കൊള്ളുന്നതായിരിക്കും പുതിയ മാതൃ ശിശുരോഗ വിഭാഗത്തിന്റെ കെട്ടിടം. ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് ഹൈ കെയർ വിഭാഗം റീജിയണൽ പ്രോഗ്രാം മാനേജർ ഉദയകുമാർ, എഞ്ചിനീയർ രഞ്ജിനി രാജ് എന്നിവരും സംഘത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാവൻ സാറ മാത്യു എന്നിവർ പദ്ധതി പ്രദേശം സംബന്ധിച്ച കാര്യങ്ങൾ ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയോടനുബന്ധിച്ചുള്ള അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കാതായിട്ട് 2 വർഷം. സെൻസർ നിലച്ചുപോയതോടെയാണ് അമ്മത്തൊട്ടിലിന്റെ പ്രവർത്തനം നിലച്ചത്. പ്രശ്നത്തിൽ ആരോഗ്യവകുപ്പ് ഉടൻ ഇടപെടണമെന്ന് ആവശ്യം ഉയർന്നു. 2009 കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയോടനുബന്ധിച്ച് അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത്. ജില്ലാ ശിശുക്ഷേമ സമിതിക്കാണ് അമ്മത്തൊട്ടിലിന്റെ ചുമതല. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി ഇവിടുത്തെ അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കുന്നില്ല. സെൻസർ തകരാറിലായതാണ് കാരണം. ഇതോടെ അലാറവും നിലച്ചു. കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്താൻ പടിക്കെട്ടിൽ കയറി നിൽക്കുമ്പോൾ സെൻസർ പ്രവർത്തിച്ച് അലാറം മുഴങ്ങണം. എങ്കിൽ മാത്രമേ കാഷ്വാലിറ്റിയിൽ വിവരം അറിയൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നിരുന്നതിനാലാണ് നവീകരണം നടത്താത്തത് എന്നായിരുന്നു അധികൃതരുടെ വാദം. എന്നാൽ പെരുമാറ്റച്ചട്ടം പിൻവലിച്ച് നാളുകൾ കഴിഞ്ഞിട്ടും അമ്മത്തൊട്ടിലിനെ അവഗണിക്കുന്നതിൽ പ്രതിഷേധമുണ്ട്. വിഷയത്തിൽ ആരോഗ്യവകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്നും 20 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും ജില്ലാ ജനറൽ ആശുപത്രി വികസന സമിതി അംഗം PK ആനന്ദക്കുട്ടൻ പറഞ്ഞു. ഇപ്പോൾ നമുക്കിവിടെ 2009 സ്ഥാപിച്ച ഈ അമ്മത്തൊട്ടിൽ അതിൻ്റെ പ്രവർത്തനം ഇതുപോലെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഗവൺമെൻറ് ആരോഗ്യവകുപ്പിനാണ്. ആ ആരോഗ്യവകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്നാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഈ ആരോഗ്യ മേഖലയിൽ കരുതലും കാരുണ്യവുമായി പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് നമുക്കുള്ളത്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്, അതിൻ്റെ അധികാരികൾ ഗൗരവമായി ഈ കാര്യം കാണണം. 20 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട്. CWCയുമായി ചേർന്ന് അതിൻ്റെ അടിയന്തരമായ അതിൻ്റെ പ്രോജക്റ്റുകൾ വയ്ക്കുകയും ആ പ്രോജക്റ്റുകൾ വെച്ച് ഏറ്റവും നൂതനമായ ഒരു മിഷൻ ഇവിടെ സ്ഥാപിച്ച് ഇതിന് കുഞ്ഞിനെ കരുതലായി കാരുണ്യമായി ഏറ്റെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വരണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു കുഞ്ഞു ജീവൻ പോലും അനാഥമാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചിരിക്കുന്നതെങ്കിലും പ്രവർത്തിക്കാത്ത ഇത്തരം തൊട്ടിൽ കൊണ്ട് എന്തു പ്രയോജനമാണുള്ളതെന്ന ചോദ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. റബ്ബർ വിലയിലെ ഇപ്പോഴത്തെ ഉണർവ് കേന്ദ്ര സർക്കാരിന്റെ ദീർഘവീക്ഷണമുള്ള കർമ്മ പദ്ധതികളുടെ ഫലമാണെന്ന് BJP മധ്യമേഖലാ പ്രസിഡന്റ് N ഹരി. റബ്ബർ വില കൂടുമ്പോൾ നേട്ടം കീശയിലാക്കാൻ ഇരു മുന്നണികളും തരംതാണ രാഷ്ട്രീയം കളിക്കുകയാണെന്നും N ഹരി കുറ്റപ്പെടുത്തി. റബ്ബർ വിലയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിലവർധന കേന്ദ്ര സർക്കാരിനെതിരായ കേരളത്തിലെ ഇരു മുന്നണികളുടെയും വ്യാജ പ്രചരണത്തിന് മുനിയൊടിക്കുന്നതാണെന്ന് BJP മധ്യമേഖലാ പ്രസിഡന്റ് N ഹരി. സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലേക്ക് റബ്ബർ കുതിക്കുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ദീർഘവീക്ഷണമുള്ള കർമ്മ പദ്ധതികളാണ് ഇതിനു പുറകിലെന്ന് N ഹരി പറഞ്ഞു. റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം കൂട്ടിയതും ഇറക്കുമതി നിയന്ത്രണം ഏർപ്പെടുത്തിയതും തന്നെയാണ് വില വർദ്ധിക്കുന്നതിന് അനുകൂല സാഹചര്യം ഒരുക്കിയത്. UPA സർക്കാരിന്റെ കാലത്ത് റബ്ബർ ഇറക്കുമതിക്ക് ആവശ്യം പോലെ അനുമതി നൽകിയിരുന്നു. മോദി സർക്കാരിന് നയഗുണഫലമാണ് റബ്ബർ വിപണിയിൽ പ്രതിഫലിക്കുന്നതെന്നും N ഹരി പറഞ്ഞു. വ്യാവസായികമായി പുതിയ
മേഖലകൾ കണ്ടെത്തുന്നതിനും സ്റ്റാർട്ടപ്പ് അടക്കം നിരവധി പദ്ധതികൾ പുതിയ സ്കീമുകൾ മുന്നോട്ട് വെച്ചതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അത് റബ്ബറിലും സ്വാഭാവികമായിട്ടും പ്രതിഫലിച്ചതിൻ്റെയൊക്കെ ഭാഗമാണ്. വ്യാവസായിക മേഖലയിലുണ്ടായ ഉണർവിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ന് റബ്ബർ വില കൂടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 2 മെട്രിക് ലക്ഷം ടൺ റബ്ബർ കൂടി, അതായത് നമുക്ക് ഉൽപ്പാദനം നമുക്ക് കൂടുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആവശ്യകത റബ്ബറിൻ്റെ കൂടിയതുകൊണ്ട് മാത്രമാണ് അത് വന്നിരിക്കുന്നത്. മോദി സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടലുകളും നടപടികളുടെയും ഭാഗമായിട്ടാണ് ഇതുണ്ടായിരിക്കുന്നത്. റബ്ബർ വിലയിലും വിപണിയിലും കുതിപ്പുണ്ടാകുന്ന ഒട്ടേറെ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ചതെന്നും എൻ ഹരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി എലിക്കുളത്ത് ശില്പശാല നടന്നു. എലിക്കുളം ഗ്രാമത്തെ മാലിന്യമുക്തമാക്കുന്നതിനുള്ള നടപടികൾ ചർച്ച ചെയ്തു. മാലിന്യമുക്തം നവകേരളം 2.0 രണ്ടാം ഘട്ട ക്യാമ്പയിന്റെ ഭാഗമായി എലിക്കുളത്തെ ശുചിത്വ സുന്ദരമാക്കാൻ ശില്പശാല നടത്തി. ഇളംകുളം ശ്രീധർമ്മശാസ്താ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സൂര്യമോൾ അധ്യക്ഷയായിരുന്നു. എലിക്കുളം കൃഷി ഓഫീസർ പ്രവീൺ കെ മുഖ്യപ്രഭാഷണം നടത്തി. LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ കവിത, ICDS സൂപ്പർവൈസർ ചിന്തു കുട്ടപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി PM മുഫ്സിൻ, RGSA ബ്ലോക്ക് കോർഡിനേറ്റർ ആശിഷ് MS, ശുചിത്വ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ഹരികുമാർ, പഞ്ചായത്ത് VEO സന്തോഷ് കുമാർ, സോനു, കുടുംബശ്രീ ചെയർപേഴ്സൺ ഷപ്ന VS തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വിലക്കിഴിവും സമ്മാനങ്ങളുമായി കോട്ടയത്ത് ഓണം ഖാദി മേളയ്ക്ക് തുടക്കം. ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ സർക്കാർ റിബേറ്റ് ലഭിക്കും. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള കോട്ടയത്ത് തുടങ്ങി. ജില്ലാതല ഉദ്ഘാടനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. കൈത്തറി മേഖലയെ സംരക്ഷിക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. വൈവിധ്യമാർന്ന ഖാദി ഉൽപ്പന്നങ്ങളാണ് ഖാദി ബോർഡ് വിപണിയിലെത്തിച്ചിട്ടുള്ളതെന്നും ഗുണമേന്മയാർന്ന വസ്ത്രങ്ങൾ വിലക്കിഴിവിൽ ലഭ്യമാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഏറ്റവും നല്ല നിലയിൽ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണത്തോടുകൂടി ഇന്ന് ഖാദി വസ്ത്രങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ പ്രധാന സ്ഥാനമുള്ള ഈ മേഖലയെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് എല്ലാം ചെയ്തുകൊണ്ട് 30% റിബേറ്റോട് കൂടി ഉപഭോക്താക്കൾക്ക് ഏറ്റവും മനോഹരവും ആകർഷകമായ വൈവിധ്യങ്ങളുള്ള വസ്ത്രങ്ങളുടെ കൂടിയാണ് ഇപ്രാവശ്യത്തെ മേളകൾ സമാരംഭിച്ചിരിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു ഡിസൈനർ വസ്ത്രങ്ങളുടെ പുറത്തിറക്കൽ ചടങ്ങ് നിർവഹിച്ചു. ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് അംഗങ്ങളായ KS രമേശ് ബാബു, സാജൻ തൊടുകയിൽ, കോട്ടയം ഭവൻ ഡയറക്ടർ B വിന്ധ്യ, പ്രൊജക്ട് ഓഫീസർ MV മനോജ് കുമാർ എന്നിവർ പങ്കെടുത്തു. നഗരസഭാംഗം സിൻസി പാറയിൽ സമ്മാന കൂപ്പൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഖാദി ഓണം മേള സെപ്റ്റംബർ 14 വരെ നടക്കും. ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ സർക്കാർ റിബേറ്റും ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പണും ലഭിക്കും. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 1 ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് സൗകര്യം ലഭിക്കും. കോട്ടയത്തിന്റെ തനതായ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ഖാദി തുണിത്തരങ്ങൾ, റെഡിമെയ്ഡ് ഷർട്ടുകൾ, കോട്ടൺ കുർത്തികൾ, നാടൻ പഞ്ഞിമെത്തകൾ, സിൽക്ക് സാരികൾ, കോട്ടൺ സാരികൾ, ബെഡ്ഷീറ്റുകൾ, ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളായ തേൻ, ചക്കിലാട്ടിയ എള്ളെണ്ണ, സോപ്പ്, സ്റ്റാർച്ച് എന്നിവ മേളയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഓരോ വീട്ടിലും ഒരു ഖാദി ഉൽപ്പന്നം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ വ്യാപാരികളും. വ്യാപാരി വ്യവസായി സമിതി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ഫണ്ടിലേക്ക് 5 ലക്ഷം രൂപ നൽകി. വയനാട് ദുരിതബാധിതർക്കായി വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റി 15 വീടുകൾ നിർമ്മിച്ചു നൽകുന്നു. വീടുകൾക്കായുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായി കോട്ടയം ജില്ലാ കമ്മിറ്റി സമാഹരിച്ച് 5 ലക്ഷം രൂപ കൈമാറി. വയനാടിന്റെ ദുരിതബാധിതർക്കായി 15 വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് തീരുമാനമെടുത്തു. ആ വീട് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലാ കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റികൾ, യൂണിറ്റ് കമ്മിറ്റികൾ മുഖാന്തരം സമിതി അംഗങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്ന് സമാഹരിക്കണമെന്നാണ് നിശ്ചയിക്കുന്നത്. അങ്ങനെ സമാഹരിക്കുന്ന ഒരു പ്രവർത്തനം സംസ്ഥാന വ്യാപകമായി കഴിഞ്ഞ ഒരാഴ്ച കാലമായി നടക്കുകയാണ്. ഇന്നലെ കൊണ്ട് ആ പ്രവൃത്തി സംസ്ഥാനത്ത് പൂർത്തീകരിച്ചു. ഏതാണ്ട് 1,30,00,000 രൂപ
ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് സമിതിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ ചെറിയൊരു ഫണ്ട് കിട്ടും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ യത്നവുമായി ഇറങ്ങിയിട്ടുള്ളത്. എന്നാൽ ആളുകളെ സമീപിക്കുമ്പോൾ അകമഴിഞ്ഞ പിന്തുണയും സഹായവും വ്യാപാരി വ്യവസായ സമിതിയോടൊപ്പം ഈ കൈത്താങ്ങിൽ പങ്കാളികളാകാൻ എല്ലാവരും മനസ്സ് കാണിക്കുന്ന ഒരു അനുഭവമാണ് കേരളത്തിന്റെ വിവിധ ജില്ലകളിലും യൂണിറ്റ് മേഖലകളിലും എല്ലാം ഉണ്ടായിട്ടുള്ളത്. സമിതി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി ES ബിജു തുക കൈമാറി. ജില്ലാ പ്രസിഡന്റ് ഔസേപ്പച്ചൻ തകടിയേൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ജോജി ജോസഫ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PA അബ്ദുൽ സലീം, MK സുഗതൻ, അന്നമ്മ രാജു, ജില്ലാ ഭാരവാഹികളായ രാജു ജോൺ രാജൻ നേടിയകാല, PR ഹരികുമാർ, അഡ്വക്കേറ്റ് നിതിൻ പുല്ലുകാടൻ, മാത്യു തെങ്ങുംപ്ലാക്കൽ, ജിജി സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മധ്യവയസ്കനായ ഗൃഹനാഥനെ കബളിപ്പിച്ച് വീട്ടിൽ നിന്നും പണം മോഷ്ടിച്ച കേസിൽ 2 പേരെ പാലാ പോലീസ് അറസ്റ്റ് ചെയ്തു. കായംകുളം കീരിക്കാട് ഭാഗത്ത് താമസിക്കുന്ന ഷിജാർ H, കായംകുളം കീരിക്കാട് ഓണപ്പള്ളി കിഴക്കേത്തറ വീട്ടിൽ നവാസ് J എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ 2 പേരും ചേർന്ന് പാലാ വള്ളിച്ചിറ ഭാഗത്ത് താമസിക്കുന്ന മധ്യവയസ്കന്റെ വീട്ടിലെത്തി ഗ്യാസ് ഏജൻസിയിൽ നിന്നും സർവീസ് ചെയ്യാൻ വന്നതാണെന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു. വീട്ടിൽ നിന്നും 25,000 രൂപ ബെഡ്റൂമിലെ അലമാരയിൽ നിന്നും ഇവർ മോഷ്ടിച്ചു. പാലായിൽ നീന്തൽ താരങ്ങളെ ആദരിച്ചു. പാൻ അമേരിക്കൻ ഗെയിംസിൽ പങ്കെടുത്ത് സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കിയ 4 പേർക്കാണ് ആദരം ലഭിച്ചത്. അമേരിക്കയിലെ ഓഹിയോ യൂണിവേഴ്സിറ്റിയിൽ നടന്ന പാൻ അമേരിക്കൻ ഗെയിംസിൽ പങ്കെടുത്ത് സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കിയ മാസ്റ്റേഴ്സ് നീന്തൽ താരങ്ങളെ ആദരിച്ചു. KC സെബാസ്റ്റ്യൻ, കുര്യൻ ജേക്കബ്, തോമസ് TJ, ദേവനന്ദ് എന്നിവരെയാണ് ആദരിച്ചത്. കോട്ടയം ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു പുളിക്കക്കണ്ടം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജേക്കബ് TJ, മാർസ് മാത്യു, ജോബി കുളത്തറ, ശ്രീകുമാർ കളരിക്കൽ, കുര്യാക്കോസ് മാത്യു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. പൊൻകുന്നം വീട്ടുവേലിൽ V ബാബു നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അറിയിപ്പ്. MTHSൽ UPST തസ്തികയിൽ 61 ദിവസത്തെ അവധി ഒഴിവിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഒഴിവുണ്ട്. നിർദ്ദിഷ്ട യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി 14-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2-ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടത്തുന്ന ഇന്റർവ്യൂവിന് ഹാജരാകണം. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ കിഡ്സിൽ MBA കോഴ്സിൽ ഒഴിവുള്ള ഏതാനും സീറ്റിലേക്ക് 14-ാം തീയതി രാവിലെ 10-ന് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. വിവരങ്ങൾക്ക് ഫോൺ 9446529467. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം നഗരസഭ പെൻഷൻ ഫണ്ട് തട്ടിപ്പ്, 3 ജീവനക്കാർക്ക് സസ്പെൻഷൻ. BJP നഗരസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ സമഗ്ര മാതൃശിശുരോഗ വിഭാഗം ഒരുങ്ങുന്നു. 6.5 കോടി രൂപ നിർമ്മാണ ചെലവ്. നിർമ്മാണ ഏജൻസി ഉദ്യോഗസ്ഥർ സ്ഥല പരിശോധന നടത്തി. കോട്ടയം ജനറൽ ആശുപത്രിയിലെ അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കാതായിട്ട് 2 വർഷം. സെൻസർ നിലച്ചു. അലാറം പ്രവർത്തിക്കുന്നില്ല. ആരോഗ്യവകുപ്പിനെതിരെ പ്രതിഷേധം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.